പ്രിയ സുഹൃത്തുക്കളെ, ശുഭോദയ. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ആയുർവേദത്തിന്റെ മറ്റൊരു ചെടിയെ പറ്റിയിട്ടാണ്. അതിന്റെ ഗുണങ്ങളെ പറ്റിയും എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നതാണ്. വാ, നമുക്ക് പോകാം. നടത്താൻ പോകുന്നത് ഒരുപാട് ആന്റി ഫംഗൽ, അതായത് ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ആന്റിബയോട്ടിക് എന്ന് പറയുന്ന, പ്രകൃതിയുടെ ആന്റിബയോട്ടിക് എന്ന് പറയുന്ന ആര്യവേപ്പ് എന്ന് പറയും മലയാളത്തിൽ. അതായത് നീമിനെ നമുക്ക് പരിചയപ്പെടാം. മലയാളത്തിൽ, ഇംഗ്ലീഷിൽ നീം എന്ന് പറയും. ഇതാണത് നീമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ധാതുക്കളും ഒരുപാട് കാൽസ്യം പിന്നെ അടങ്ങിയ ഒരു തരം ആയുർവേദ ചെടിയാണ് നീം. പിന്നെ നീമിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് മുഖക്കുരുവിന് വളരെയധികം ഫലപ്രദമാക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഫേസ് വാഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നീമിൻ്റെ സത്താണ്. പിന്നെ നമുക്ക് ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കുന്നതും നീമിൻ്റെ സത്താണ്. പണ്ടുള്ള ആൾക്കാരെന്ന് വെച്ചെങ്കിൽ നീമിൻ്റെ തണ്ട് ഉപയോഗിച്ച് പല്ല് തുടക്കുന്ന ആൾക്കാർ വരെ, പണ്ടല്ല ഇപ്പോഴത്തെ ആൾക്കാരുണ്ട്, നീമിൻ്റെ ഈ തണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ല് തുടക്കാൻ പറ്റും. അതുകൊണ്ട് നീം എക്സ്ട്രാക്റ്റ് അടങ്ങിയ ടൂത്ത് പേസ്റ്റുകളും വിപണിയിൽ ധാരാളമുണ്ട്. അതുപോലെ തന്നെ കുറേ അധികം ഗുണങ്ങളടങ്ങിയ ഒരു ഔഷധ ചെടിയാണ് നീം, അതായത് ആര്യവേപ്പ്. ആര്യവേപ്പ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയുന്നതും ഉപയോഗിക്കുന്നതും എന്തെന്ന് വെച്ചാൽ, നമ്മളെ ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ ഇതന്നെയാണ് മരുന്ന് ചിക്കൻ പോക്സിനുള്ള. അതായത് നമുക്ക് കിടക്കുന്ന മെത്തേഡ് അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കിടക്കും. പിന്നെ ഇതിൻ്റെ ചൂടുവെള്ളം വെച്ച് കുടിക്കും. പിന്നെ ഇത് കഴിക്കും. അങ്ങനെ ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്. ചിക്കൻ ബോക്സിന് ഏറ്റവും കൂടുതൽ, അതായത് അത്യന്താപേക്ഷിതമായ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ ആര്യവേപ്പ് എന്ന് പറയുന്നത്. ഈ ചെടിയെ പറ്റിയിട്ട് എനിക്കറിയുന്നത്, നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.